ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് സാംസ്കാരിക നഗരി വിടചൊല്ലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ ഇന്ന് കൊടിയേറും. പ്രതിനിധി സമ്മേളനം നാളെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂരിൽ താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത്. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധമേറുന്നു. സമ്പാളൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി സുഗതനാണ് മരിച്ചത്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലേക്ക് മാർച്ച് നടത്തി. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. വാർത്തകളിലേക്ക് വിശദമായി. കാലം ചെയ്ത കൽതായ സഭ ശ്രേഷ്ഠ ഇടയൻ ഡോക്ടർ മാർ അപ്രേമിന് സാംസ്കാരിക നഗരി വിടചൊല്ലി. കബറടക്കം മാർത്തമറിയം വലിയ പള്ളിക്ക് സമീപത്തെ കുരുവിളിയച്ചൻ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാവിലെ മാർ ഔഗീൻ കുര്യാക്കോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. തുടർന്ന് പ്രധാന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. മാർ അപ്രേമിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. സ്വരാജ് റൗണ്ട് ചുറ്റി തിരികെ ഹൈറോഡ് വഴി പള്ളിയിലെത്തി. വൈദികരും വിശ്വാസികളും പൗരപ്രമുഖരും നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു. വിശുദ്ധ മാർ അബിമലക് തിമോത്തിയൂസ്, മാർ ഔദീശോ, മാർ തോമധർമ്മോ, മാർ തിമോത്തിയൂസ് രണ്ടാമൻ, ഡോക്ടർ പൗലോസ് മാർ പൗലോസ് എപ്പിസ്കോപ്പ എന്നീ സഭാപിതാക്കന്മാർക്ക് സമീപമാണ് ഡോക്ടർ മാർ അപ്രേമിന് കബറിടമൊരുക്കിയത്. നേരത്തെ പറഞ്ഞു മറ്റു വാർത്തകൾ നോക്കാം. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ ഇന്ന് കൊടിയേറും. വിവിധയിടങ്ങളിൽ നിന്നുള്ള കൊടിമര, ബാനർ, പതാകജാഥകൾ വൈകിട്ട് ഇരിങ്ങാലക്കുടയിലെത്തും. തുടർന്ന് റെഡ് വളണ്ടിയർ മാർച്ച് നടക്കും. പൊതുസമ്മേളനം വൈകിട്ട് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ 13 വരെ പ്രതിനിധി സമ്മേളനം നടക്കും. സമ്മേളനം നാളെ രാവിലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. മാവിൻചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധു ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാവിൻചൂടുള്ള ബേക്കറിയിലാണ് 2 വർഷമായി സാബിർ ജോലി ചെയ്യുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമണ കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലയൂർ സ്വദേശി അനീഷ്, പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ടെമ്പിൾ SHO G. അജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറേ നടയിലെ സൗപർണിക ഹോട്ടലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൗണ്ടറും അക്രമി സംഘം അടിച്ചു തകർത്തിരുന്നു. ദേശീയ പണിമുടക്കിന് തുറന്നു പ്രവർത്തിച്ച ഹോട്ടലിലേക്ക് 50ഓളം വരുന്ന പ്രവർത്തകരെത്തി തല്ലി തകർക്കുകയായിരുന്നു. പൊതുപണിമുടക്ക് ദിനത്തിൽ സമരാനുകൂലികൾ ഗുരുവായൂരിൽ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധമേറുന്നു. പടിഞ്ഞാറേ നടയിലെ സൗപർണിക ഹോട്ടലാണ് സമരാനുകൂലികൾ ആക്രമിച്ചത്. അടച്ചിട്ട വാതിൽ തകർത്താണ് സംഘം അകത്തു കടന്നത്. ഹോട്ടലിലെ കമ്പ്യൂട്ടറും ബില്ലിംഗ് മെഷീനും ക്യാഷ് കൗണ്ടറും CCTV ക്യാമറകളും സംഘം നശിപ്പിച്ചതായി ഹോട്ടൽ ഉടമ സുരേഷ് പറഞ്ഞു. സമ്പാളൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുത്തഞ്ചിറ പണിക്കശ്ശേരി വീട്ടിൽ 63 വയസ്സുള്ള സുഗതനാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ചാലക്കുടിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ഇല്ലാതായത് മാനസികമായി അലട്ടിയിരുന്നുവെന്നും സൂചനയുണ്ട്. മികച്ച കലാകാരനായ ഇയാൾ വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ബൈക്കിലെത്തിയ ശേഷമാണ് സമ്പാളൂർ പാലത്തിൽ നിന്ന് ചാടിയത്.
ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, അയ്യന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, മുൻ മേയർമാരായ IP പോൾ, രാജൻ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തൃശ്ശൂരിലായാലും സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പക്ഷെ അതിനനുബന്ധമായി അവിടെ ആ സർജറിക്ക് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സർജറി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു കോളേജ് വിദ്യാർത്ഥി വേദന കൊണ്ട് പുളകി മറിയുമ്പോഴും അദ്ദേഹത്തിന് ഒരു സർജറി നടത്താനുള്ള സംവിധാനം ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവിതാംകൂർ രാജ്യം ഭരിക്കുന്ന കാലത്ത് അന്നത്തെ രാജാക്കന്മാർ തുടങ്ങി വെച്ച ഈ ആതുരാലയത്തിനാണ് ഇന്ന് പിണറായി വിജയന്റെ 10 വർഷക്കാലം ഭരണം കൊണ്ട് ആരോഗ്യമേഖലയോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, VA അബ്ദുൽ കരീം, ജോഷി കാഞ്ഞൂത്തറ, സോയി കോലഞ്ചേരി, PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വെങ്കിടങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് BK സമീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് AM നൌഫൽ, VM മുഹമ്മദ് സമാൻ, PM മുഹ്സിൻ, അൽത്താഫ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച് കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. AP വിൽസൺ, രാജലക്ഷ്മി കുറുമാത്ത്, ഷെറിൻ തീർമടം, അംബുജ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമേഖലയിൽ തികഞ്ഞ അനാസ്ഥ തുടരുമ്പോഴും കേരളത്തിലെ ആരോഗ്യരംഗം ലോക മാതൃകയാണെന്ന് പാടി നടക്കുകയാണ് ഇടതുപക്ഷ സർക്കാരെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നേതാക്കളായ KV സത്താർ, KP ഉദയൻ, PV ബദറുദ്ദീൻ, OKR മണികണ്ഠൻ, ഇർഷാദ് ചേറ്റുവ, ബീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ കോൺഗ്രസുകാരാണോ? UDFുകാർ മാത്രമാണോ? ഈ ഗവൺമെന്റുമായി രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ മാത്രമാണോ? ഇവരുടെ തന്നെ ആളുകളല്ല ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ഇപ്പോൾ വിമർശനം. ആരോഗ്യമേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി KV ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹേഷ് തിപ്പലശ്ശേരി, യാവൂട്ടി ചെറുമനങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരാൾക്കും ഒരു കൊച്ചുകുഞ്ഞിനോട് ചോദിച്ചാൽ പോലും നല്ലത് പറയാനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉപരോധിച്ച 5 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, പൂക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി നിതിൻ മരക്കാത്ത്, പ്രസന്നൻ വലിയപറമ്പിൽ, കാളിദാസൻ ഗുരുവായൂർ എന്നിവരെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മേൽപ്പാലത്തിൽ വിള്ളൽ വീണുവെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അറസ്റ്റിലായവർക്ക് പിന്നീട് ജാമ്യം നൽകിയെങ്കിലും ഇവർ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. ജാമ്യം നൽകിയെങ്കിലും ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്റ്റേഷനിൽ പിടിച്ചുവച്ചതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിവരമറിഞ്ഞ് BJP പ്രവർത്തകർ ടെമ്പിൾ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. അരമണിക്കൂർ നീണ്ടുനിന്ന കുത്തിയിരിപ്പ് സമരത്തിനൊടുവിൽ ഫോണുകൾ തിരികെ ലഭിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. ദേശീയപാത 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു.
ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസിലിൽ ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മൂന്നുപീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരാഗ്നി സംഘടിപ്പിച്ചു. ചാവക്കാട് സെന്ററിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ RP ബഷീർ, AH സൈനുൽ ആബിദ്, PV ഉമ്മർ കുഞ്ഞി, അലി അകലാട് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. കഴിഞ്ഞ വേനലിലെ കൃഷി സീസണിൽ തുടങ്ങിയ ആഴം കൂട്ടൽ വെള്ളം കലങ്ങുന്നതുമൂലം കർഷകരുടെയും കുടിവെള്ള പദ്ധതി നടത്തിപ്പുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്. RKI പദ്ധതിയിൽ 87 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ചാത്തൻകോൾ മുതൽ ചെമ്മീൻചാൽ വലതുകര വരെ കഴിഞ്ഞ സീസണിൽ ആഴം കൂട്ടാത്ത പ്രദേശങ്ങളിലാണ് 3 യന്ത്രങ്ങൾ എത്തിച്ച് ആഴം കൂട്ടുന്നത്. പതിയാർ കുളങ്ങരയ്ക്ക് സമീപം മുല്ലശ്ശേരി കനാൽ ആഴം കൂട്ടിയത് മൂലം കാര്യമായ വെള്ളക്കെട്ട് ഇത്തവണ ഉണ്ടായില്ല. ആഴം കൂട്ടുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ കൃഷിക്കായി ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാൽ പെട്ടെന്ന് പാടശേഖരങ്ങളിൽ എത്താനും ആഴം കൂട്ടൽ സഹായകരമാകും. KLDCയുടെ നേതൃത്വത്തിലാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. TCV പാവർട്ടി. യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അകമല ഭവൻ സ്കൂളിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഡീഷ സ്വദേശിയായ 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റയാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കവി ലൂയിസ് പീറ്ററിന്റെ പേരിൽ എറണാകുളം കലാജനതയും തൃശൂർ ചേന്തിണയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരം കവി വിനോദ് ശങ്കറിന് സമ്മാനിക്കും. വിനോദ് ശങ്കറിന്റെ നീലക്കൽ എന്ന സമാഹാരത്തിലെ രചനകളും കവിതകളെയും വിലയിരുത്തിയാണ് പുരസ്കാരം. ബൈജു ബാവ്ര, KP സന്ധ്യ, സലീം ചേനം എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 27-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ വിജി തമ്പി, സുജോ ബി ജോസ്, സലീം ചേനം എന്നിവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം യുവ എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ MN കാവ്യ പുരസ്കാരം ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി ഡോക്ടർ നീതു C സുബ്രഹ്മണ്യന്. ആലപ്പുഴ കോമളപുരത്ത് നടന്ന ചടങ്ങിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ പുരസ്കാരം സമ്മാനിച്ചു. 20,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാംഗണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗം MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ് എന്നിവർ സംസാരിച്ചു. മികച്ച ആരോഗ്യ പ്രവർത്തകനുള്ള ഈ വർഷത്തെ മാക്സ് ഡ്രീം ഹെൽത്ത് കെയർ ഹീറോ പുരസ്കാരത്തിന് പാവർട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് NP അബൂബക്കർ അർഹനായി. വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അബൂബക്കറിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ബാർ കൗൺസിൽ ഓഫ് കേരള പ്രസിഡന്റ് TS അജിത്ത് പുരസ്കാരം നൽകി. മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി രവി ചങ്കത്ത്, സുരേഷ് അമ്പാടി, മനോഹർ പാവർട്ടി, രജീഷ് മരുതയൂർ, സുമ വിനോദ്, അമൃതലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാട്ടിക നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി ഉദ്ഘാടനം നിർവഹിച്ചു. LR തഹസീൽദാർ നിഷ R ദാസ്, തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസീൽദാർ PD ഷാജു എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ സുഭാഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് MP എന്നിവർ ക്ലാസ് നയിച്ചു.
പാവർട്ടിയിലെ 40+ ഫുട്ബോൾ ക്ലബ്ബായ കെ ലെജൻസ് പാവർട്ടിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന ഉദ്ഘാടനം ചെയ്തു. വെന്മേനാട് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി VK അസ്ലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, വാർഡ് മെമ്പർ P സുധ, അധ്യാപകൻ ജിയോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് ജവഹർ ബാലഭവനിൽ നടക്കുന്ന ക്യാമ്പ് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി N ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 65ഓളം പരിഷത്ത് കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കും. ഈ ക്യാമ്പിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സെപ്റ്റംബറിൽ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. വാർത്താസമ്മേളനത്തിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സോമൻ അധീന, സെക്രട്ടറി KS ഹരിദാസ്, ട്രഷറർ PS ഗോപി, കൺവീനർ ജോയ് മാത്യു, മീഡിയ കോർഡിനേറ്റർ M രാധ എന്നിവർ പങ്കെടുത്തു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്ടിന്റെ ഭാഗമായി പാവർട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ, SHO ആന്റണി ജോസഫ് നെറ്റോയ്ക്ക് മഴക്കോട്ടുകൾ കൈമാറി. റീജിയൺ ചെയർപേഴ്സൺ TL ഷാജു, പാവർട്ടി സബ് ഇൻസ്പെക്ടർ അനുരാജ്, VC ജെയിംസ്, ടോണി ഫ്രാൻസിസ്, CB സന്തോഷ്, ടിജോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗമായിട്ട് പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുകാരന് പരിക്കേറ്റു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന ബലപ്രയോഗത്തിനിടെ ചേലക്കര സ്റ്റേഷനിലെ CPO ഗിരീഷ് കുമാറിനാണ് പരിക്കേറ്റത്. മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വാഴാനി സബ് സെന്റർ പണി പൂർത്തീകരിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ഐശ്വര്യ ഉണ്ണി, പഞ്ചായത്ത് സെക്രട്ടറി KK ലത തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ്. ആരോഗ്യമേഖലയിൽ നടക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, സുനിൽ ലാലൂർ, സുജിഷ കള്ളിയത്ത്, റോസ്ലി ജോയ്, M സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ്, CS രവീന്ദ്രൻ, നേതാക്കളായ മണി കാവുങ്ങൽ, KK കുട്ടൻ, TK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുയായികൾ നമുക്കറിയാം, ശരിക്കും ഒരു ആലിബാബ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, നേതാക്കളായ ജെറോം ജോൺ, സോമൻ മൂത്രത്തിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് സംസ്ഥാനം ഭരിക്കുന്നത്.
കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് BJP നടത്തിയ നഗരസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേനടയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ എന്നിവർ പങ്കെടുത്തു. ആ തീരുമാനിച്ച കാര്യത്തില് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കാറില്ല. വാഴാനി APC പരിസരത്ത് വിത്തൂട്ട് മഹോത്സവം നടന്നു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് വിത്തൂട്ട് മഹോത്സവം നടത്തിയത്. പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡൻ MK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, വാണിയമ്പാറ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ KS ഗിരീഷ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ചർ P. വിനോദ്, പീച്ചി വൈൽഡ് ലൈഫ് സലീഷ് മേനാച്ചേരി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ML മാത്യു എന്നിവർ സംസാരിച്ചു. വിശദാംശങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് വിശദീകരിക്കുകയുണ്ടായി. ഒന്നെന്താ വെച്ചാൽ വന്യമൃഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റീവ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് സാംസ്കാരിക നഗരി വിട ചൊല്ലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ ഇന്ന് കൊടിയേറും. പ്രതിനിധി സമ്മേളനം നാളെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂരിൽ താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത്. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധമേറുന്നു. സമ്പാളൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി സുഗതനാണ് മരിച്ചത്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലേക്ക് മാർച്ച് നടത്തി. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.